ഇന്ന് റമദാൻ 26. ഇന്ന് ഞങ്ങളൊന്ന് ഉംറക്ക് പോവാണ്. കുറേ ദിവസമായി ഉംറക്ക് പോവാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും പോവാൻ കഴിഞ്ഞിട്ടില്ലേനി. മക്കൾക്കുള്ള ഫുഡും എല്ലാം തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. മക്കളൊന്നും കൂട്ടണില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ പോണുള്ളൂ. കാരണം 27 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കുട്ടികളായിട്ട് പോയാൽ ശരിയാവൂല. അസർ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇക്കാക്ക രാവിലെ പണിക്ക് പോയപ്പോഴേ പറയുന്നുണ്ടേനി ഇവിടെ നല്ല പൊടിക്കാറ്റാണെന്ന്. പുറത്തിറങ്ങിയപ്പോഴാണ് എത്രത്തോളം പൊടിക്കാറ്റുണ്ടേനി എന്നുള്ളത് മനസ്സിലായത്. റൂമിലേക്കും രാവിലെ മുതലേ നല്ല പൊടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊളിക്കുക അങ്ങനെ എന്തോ ആയതുകൊണ്ട് അങ്ങനെ ഇടക്കിടക്ക് പൊടി വരലുണ്ട്. അങ്ങനെ പൊടി വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ റൂമിൻ്റെ താഴെ ഇറങ്ങി ഈ ഒരു പൊടി കണ്ടപ്പോഴാണ് ഇത്രത്തോളം പൊടിക്കാറ്റ് ഇവിടെ ഉണ്ടേനി എന്നുള്ളത് മനസ്സിലായത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഹറമിൻ്റെ ബൗണ്ടറിയാണ്. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേനി. മുന്നേ ഞാൻ ഉംറക്ക് പോണത്. അത് എന്തുകൊണ്ടോ അത് ഡിലീറ്റ് ആയിപ്പോയി. അതിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിനി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതാ ഈ ഖുർആൻ്റെ ഇത് കാണാൻ പറ്റും. ഹറമിൻ്റെ ബൗണ്ടറി കഴിഞ്ഞിട്ടും ഒരുപാട് ദൂരമുണ്ട് ഹറമിലേക്ക്. റമദാൻ്റെ സമയത്ത് സാധാരണ ഞങ്ങൾ ബസ്സിനാണ് ഉംറക്കൊക്കെ പോവല്. ബസ്സിന് പോവലാണ് ഇപ്പം ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞങ്ങളിതാ ഈ ബസ് കയറുന്നവിടേക്ക് പാർക്കിങ്ങിലേക്ക് വന്നതാണ്. ഇവര് അവിടുന്ന് ഒരു വീടും ചെയ്യൂല കേട്ടോ ഉംറക്ക് പോണ ആൾക്കാരെ. ഞങ്ങൾ സ്വന്തം കാറിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ബസ് കയറി പോകാം. അങ്ങനെ ഇതാ ഇവിടുന്ന് ഒരു കിറ്റൊക്കെ കിട്ടീന്. ഇത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ വകയാണ്. ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും ഈ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. നോമ്പുറക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ ഇരുന്ന് ഇങ്ങോട്ടേക്കും കൂടെ ഉള്ള ടിക്കറ്റ് ഒരുമിച്ചാണ് എടുക്കുക. ഒരാൾക്ക് 20 റിയാലാണ്. ഞാൻ ബസ്സിന് പോണതാണ് ബെറ്റർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ബസ്സിൽ പോയാൽ ഹറമിന്റെ തൊട്ട് മുന്നിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കും. അപ്പൊ നമുക്ക് അധികം ദൂരം നടക്കാൻ ഉണ്ടാവില്ല. നമ്മളിപ്പോ ടാക്സി വിളിച്ചിട്ടാണ് പോണത് എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി നിർത്തുകയേ ചെയ്യുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിടൂല. ടാക്സി ആണെങ്കിലും എന്താണെങ്കിലും കുറേ ദൂരത്തുനിന്ന് അങ്ങോട്ട് വിടൂല. അപ്പോൾ കുറേ ദൂരം പിന്നെ ഹറമിലേക്ക് നടക്കാനുണ്ടാവും. പക്ഷേ ഈ ബസ് എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ തൊട്ട് മുന്നിൽ ഇറക്കി തരും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിൽ പോവലാണ്. ഈ കാണുന്നത് മൊത്തം ഒരുപാട് കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ജനങ്ങൾ ഹറമിൽ അവിടെ ഉണ്ടാവും. ഇത് കേവലം ജിദ്ദയിൽ പോണ ആൾക്കാർക്ക് പാർക്ക് ചെയ്ത് നിർത്താനുള്ള സ്ഥലം മാത്രമാണ്. ഇതുപോലെ പല ഭാഗത്തുനിന്ന് വരുന്ന സ്ഥലത്തും ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് ബസ്സിന് പോവാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഇത്രത്തോളം ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹറമത്തെ അവസ്ഥ എന്തായിരിക്കും? പല സ്ഥലത്തുനിന്നും പല ഭാഗത്തുനിന്നും അങ്ങനെ എത്ര ആയിരം ആൾക്കാർ വരുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഇന്ന് 27-ാം രാവ് ആയതുകൊണ്ടും അത്രക്കും തിരക്കുണ്ടാവും ഹറമിൽ. പിന്നെ ഇതുവരെ എനിക്ക് പോവാൻ കഴിയണില്ലല്ലോ. ഉംറക്ക് പോവാൻ കഴിഞ്ഞിട്ട് പല പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉംറക്ക് പോകൽ ഇങ്ങനെ നീണ്ടു പോവേനി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിനി എന്താ പോവാൻ കഴിയില്ലല്ലോ, റമദാൻ ഇത്ര ആയിട്ടൊരു ഉംറ പോലും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിനി. പക്ഷേ അങ്ങനെ നീണ്ട് അവസാനം ഈ 27-ാം രാവിന് തന്നെ പോവാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ബസ്സിലെല്ലാവരും കയറി സെറ്റായി. അങ്ങനെ ബസ് മൂവ് ചെയ്ത് തുടങ്ങിന്. ഈ ബസ്സിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ബസ്സിൽ. ഹറമിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും കുറേ ദൂരം ഇതുപോലെ ഇങ്ങനെ മലകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിന്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിന്. ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെ ഈ ബസ്സിൽ നിന്നാണ്. നോമ്പ് തുറക്കാനാവുമ്പോഴത്തേനും ഹറമിലെത്തണം എന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ ബസ്സിൽ നിന്നാണ് ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ ഈ കിറ്റിലുള്ളത് ഒരു ചീസ് പഫും അതേപോലെ ഒരു കേക്ക്, ഒരു കുപ്പി വെള്ളം, ഒരു ജ്യൂസ്, പിന്നെ കാരക്ക. ഇത്രയും ഇനി ഈ ഒരു കിറ്റിലുണ്ടേനിയത്. നമ്മളെ കാറിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. പക്ഷേ ഈ ഒരു ബസ്സിൽ ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്താണ് ഹറമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നണത് ബസ് വേറെ റൂട്ടിനാണ് യാത്ര ചെയ്യണത് എന്നാണ്. കറക്റ്റ് അറിയൂല കേട്ടോ. അതുകൊണ്ടാണോ ടൈം എടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് സ്പീഡിൻ്റെ കണക്ക് വേറല്ലേ, കാറിന് വേറല്ലേ, അങ്ങനെ ടൈം എടുത്തതാണോ എന്നും അറിയൂല. എന്തായാലും 30 മിനിറ്റ് എടുത്തിന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിന് വന്നതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കൂടുതൽ നടക്കാനൊന്നുമില്ലേനി. ഹറമിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്
നിർത്തിയത്. നമ്മളിപ്പോൾ ടാക്സിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മൾ ഇറക്കിയിട്ട് പിന്നെ അവിടുന്ന് ഹറം വരെ നടക്കലും, പിന്നെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു തിരക്കിൽ അത്രയും ദൂരം നടക്കുക എന്നുള്ളത് നമ്മളത്രയും എനർജി വേസ്റ്റ് ആക്കണ പോലെയാണ് എനിക്ക് തോന്നണത്. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തവാഫ് ചെയ്യാൻ അത്രയും ഉണ്ട്, സഅയ് ചെയ്യാൻ അത്രയും നടക്കാനുണ്ട്. അപ്പോൾ കുറേ നടക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്രയും ദൂരമുള്ള ആ നടത്തും ഒഴിവാക്കുക ഇതുപോലെ ബസ്സിന് വരുമ്പോൾ. ഞങ്ങളിതപ്പോൾ ഹറമിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പള്ളീൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിവിടെ ചെരുപ്പൊക്കെ അയച്ച് ഞങ്ങളൊരു ബാഗ് എടുക്കണം കേട്ടോ. അതിലാണ് ചെരുപ്പൊക്കെ ആക്കി വെക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അയച്ചു വെച്ചാൽ പിന്നെ കിട്ടൂല. കാരണം കയറുന്നത് ഒരു വഴിക്കൂടിയും ഇറങ്ങുന്നത് വേറൊരു വഴിക്കൂടിയുമാണ്. പിന്നെ ഞാൻ മനാസിക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടേനി. ഇക്കാക്ക് മാത്രമേ എടുത്തിട്ടുള്ളേനി. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞ സാരില്ല, നമുക്ക് ഒരാളത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കയറുന്ന വൈമുന്നതാ ഇങ്ങനെ കണ്ടത്. ഇവിടെ എല്ലാ ഭാഷയിലുള്ള മനാസിക്കും ഉണ്ടേനി. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു മനാസിക്ക് വാങ്ങിയിട്ടോ. അപ്പോൾ ഇനി വരുന്ന ആരെങ്കിലും മനാസിക്ക് മറക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഇപ്പം ഞങ്ങൾ മത്താഫിലെത്തിന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി ഇവിടുന്ന് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും കഴിയൂല കേട്ടോ. ഉംറയിലേക്ക് കയറിയാണെങ്കിൽ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്യൂല. കാരണം ഇത്രത്തോളം തിരക്കുള്ളതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യൽ ശരിയാവൂല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ ക്ലീനിങ് കാരണമാണ് ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ തവാഫ് കഴിഞ്ഞ് മഗ്‌രിബിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇശാബാങ്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. കറക്റ്റ് ഇശാബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ തവാഫ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ സഅയ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോവാണ്. ഇശാ നിസ്കരിച്ചിട്ട് സഅയ് സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങൾ നേരത്തെ കണ്ടത് ഊത് പൊഹിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലുണ്ടായിന്. അതിൻ്റെ സ്മെല്ല് കിട്ടിയപ്പം ഭയങ്കര ഒരു ഫ്രഷ് ഒരു ചില സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുമല്ലോ, അതുപോലെ ഉണ്ടായിന്. ഈ മാർബിൾ കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് ലൈൻ ഇട്ടിട്ടുള്ളൊരു മാർബിളാണ്. ഈ സഫ മർവ ഇറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ അത്. പിന്നെ ഈ ഹറമിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് കിബ്ലൻ്റെ ആ ഡിറക്ഷൻ കിട്ടും കേട്ടോ. കാരണം ഈ ഒരു മാർബിൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അത് ഇങ്ങനെ ചെരിഞ്ഞങ്ങാണ്ടാണ് നിൽക്കുന്നത്. അതെന്തിനാ അങ്ങനെ ചെരിച്ചിട്ടത് എന്ന് വിചാരിച്ചാൽ എവിടെ നിന്നാലും ആ ഒരു മാർബിളിൻ്റെ ആ ചെരിവുണ്ടല്ലോ അവിടേക്കാണ് കിബില എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സഅയ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു സ്ഥലമെത്തിയാൽ അവിടുന്ന് കുറച്ച് സ്ഥലം ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്രീൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇസ്മായിൽ നബിനെ കിടത്തിയിട്ട് ഹാജറ ബീവി ഓടിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇപ്പം ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും അവിടുന്ന് ഓടേണ്ടി വരുന്നത്. കാരണം പണ്ടൊരു സ്ത്രീ ഓടിയതിന് പകരമായിട്ടാണ് ഇപ്പം ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ഇവിടുന്ന് ഓടേണ്ടി വരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഉംറ എല്ലാം കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ ഹറമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിന്. ഇപ്പം സമയം 11 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഖിയാമുൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം മക്കളെ ഒറ്റക്ക് റൂമിലാക്കിക്കാണ്ട് പോകുന്നതാണല്ലോ. അപ്പോൾ ഓരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖിയാമുൽ നിസ്കാരത്തിനൊന്നും നിൽക്കാതെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറക്കി വിട്ടുകൊടുത്തുനിന്ന് തന്നെ കേട്ടോ ഞങ്ങൾ കയറുന്നത്. നേരത്തെ ഹറമിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇറക്കിയില്ലേ, അവിടുന്ന് തന്നെയാണ് കയറുന്നത്. ആദ്യം ഒരു ബസ് കയറിയിട്ട് ഒരു 5 മിനിറ്റോളം യാത്ര ഉണ്ടാവും നമ്മൾ ജിദ്ദയിലേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ ടെൻറ്റ് പോലെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഏത് നേരവും എപ്പം വന്നാലും സുബഹി വരെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ പുറത്ത് ഹെവി ഫുഡ് വേണ്ടാത്ത ആൾക്കാർക്ക് ഇവിടെ കേക്കും ജ്യൂസും വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കൊടുക്കണുണ്ട്. ഇതും ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നതാണ്. നമ്മളെന്തായാലും ഒരു കേക്കും ഒരു ജ്യൂസൊക്കെ വാങ്ങിയാണ്ട് നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുന്ന് ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് കയറാം. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അങ്ങോട്ടേക്കും 30 മിനിറ്റ് അല്ല 30 മിനിറ്റിനേക്കാളും എടുത്തണമെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഉംറയൊക്കെ കഴിഞ്ഞപ്പോൾ അത്രയും ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടേനി.
അപ്പോൾ അതുകൊണ്ട് എത്ര നേരം എടുത്ത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയൂല. എന്തായാലും അങ്ങോട്ടേക്ക് ഹറമിലേക്ക് പോയതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ദൂരം ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാനെടുത്തണ്. ഒരുപാട് പേര് ആഗ്രഹിച്ച് മോഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരാനും ഒരു ഉംറയെങ്കിലും ചെയ്യാനും. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരട്ടെ. അങ്ങനെ ഞങ്ങൾ ജിദ്ദയിലെത്തിയിട്ടോ. ഇനിയിപ്പം വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് സ്ഥലത്താണ് നിർത്തിയത് എന്നുള്ളത്. അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ തിരഞ്ഞ് നടക്കേണ്ടി വരും കാറ്. അപ്പോൾ നിർത്തുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അടയാളം നോക്കി വെക്കുക എവിടെയാണ് കാറ് വെച്ചത് എന്നുള്ളത്. പടച്ചോന് ഒരുപാട് പ്രാവശ്യം ഉംറ ചെയ്യാനും ഒക്കെ ഉള്ള ഇതെനിക്ക് തന്നാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും 27 രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അൽഹംദുലില്ലാ. എല്ലാ പ്രാവശ്യം മക്കളുള്ളത് കാരണം മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മത്താഫെന്നൊക്കെ നമ്മളിങ്ങനെ അത്രയും പതുക്കെ നടക്കുക. പിന്നെ വലിയ ഹൈറ്റുള്ള ആൾക്കാരാകുമ്പോൾ കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തവാഫൊക്കെ ചെയ്യാൻ. അപ്പം മക്കളെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഈ റമദാൻ ലാസ്റ്റിലേക്ക് നിൽക്കലില്ല. ഈ പ്രാവശ്യം എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ റൂമിലാക്കിയാണ്ട് അങ്ങനെ പോയതാണ്. നോമ്പറിഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അത്യാവശ്യം നല്ലോണം വിശക്കണുണ്ടേനി. അപ്പോൾ നമ്മൾ വൈമന്ന് നിർത്തിയിട്ട് ഒരു പിസ്സൊക്കെ വാങ്ങിയിട്ട് കഴിച്ച്. സമയം ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ മുന്നേ എൻ്റെ ഉംറ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേനി. അത് എങ്ങനെ അറിയില്ല, എങ്ങനെയോ ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷം അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബസ്സിനൊക്കെ പോണത് കൊണ്ട് ആദ്യമായിട്ടൊക്കെ റമദാനിൽ പോണ ആൾക്കാർക്കും ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടാണ്. കാരണം ബസ്സിനൊക്കെ എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് വണ്ടി നിർത്തേണ്ടത് എന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.